ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ഞായറാഴ്ച ദൈവരാജ്യത്തിൻ്റെ മനോഭാവങ്ങളായ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച്, ക്രിസ്തു ശിഷ്യൻ്റെ ആന്തരിക മനോഭാവങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. ഇന്ന് നാം ആരെന്നതിനേക്കാളുപരി നാം എന്തു ചെയ്യണമെന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടുന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ഉപ്പാകാൻ ശ്രമിക്കണമെന്നോ വെളിച്ചമാകാൻ നോക്കണം എന്നോ അല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ ഉപ്പാകുന്നു, പ്രകാശം ആകുന്നു എന്നാണ്. ഇത് നമ്മുടെ വ്യക്തിത്വമാണ് വെളിപ്പെടുത്തുന്നത്. മാമോദീസായിലൂടെ നമുക്ക് നേരിട്ട് ലഭിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നാം ആത്മാർത്ഥമായി നമ്മുടെ മാമോദീസ ജീവിക്കുമ്പോൾ നന്മയെ കാത്തുസൂക്ഷിക്കുന്ന ഉപ്പായും ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചമായും നമ്മൾ സ്വാഭാവികമായും മാറുന്നു. വളരെ വലിയ ആത്മീയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നതാണ് ഈ രണ്ട് ചിത്രങ്ങളും. അവ ഓരോന്നായി നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ഉപ്പ്. പുരാതന ലോകത്ത് ഉപ്പിന് പ്രധാനമായും 3 ധർമ്മങ്ങളാണ് ഉണ്ടായിരുന്നത്: നാശത്തിൽ നിന്നും കേടുകൂടാതെ സൂക്ഷിക്കുക, രുചി നൽകുക, ശുദ്ധീകരിക്കുക. ഒന്നാമതായി, നാശത്തിൽ നിന്നും കേടുകൂടാതെ സൂക്ഷിക്കുക. ലോകത്തിന് ധാർമ്മികവും ആത്മീയവുമായ തകർച്ചയിലേക്ക് പോകാനുള്ള സ്വാഭാവിക പ്രവണതയുണ്ട്. ആരും എതിർക്കാനില്ലെങ്കിൽ സ്വാർത്ഥതയും അനീതിയും അക്രമവും വളരും. ക്രിസ്തു ശിഷ്യർ അതിനെ ചെറുത്തു നിൽക്കുന്ന ശക്തിയാകണം. ഇതിനർത്ഥം ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്നല്ല, മറിച്ച് ദൈവം നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അഴിമതി നിറഞ്ഞ വ്യവസ്ഥിതിയിൽ സത്യസന്ധത പുലർത്തുമ്പോൾ, കുടുംബങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോൾ, നുണകളുടെ സംസ്കാരത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നാം ഉപ്പാവുകയാണ്. ക്രിസ്ത്യാനികൾ സുവിശേഷം ജീവിക്കുന്നത് നിർത്തിയാൽ സമൂഹം വേഗത്തിൽ നശിക്കും. നമ്മുടെ കർത്തവ്യം സുവിശേഷം ജീവിച്ചുകൊണ്ട് ആ നാശം തടയുക എന്നതാണ്. ഭരണിക്കുള്ളിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഉപ്പ് ഒന്നിനും പ്രയോജനപ്പെടില്ല. സുവിശേഷം ജീവിക്കാത്ത ക്രിസ്തുശിഷ്യന്റെ ജീവിതവും അതുപോലെ നിരർത്ഥകമാണ്. രണ്ടാമതായി, രുചി നൽകുക. ഉപ്പൊരിക്കലും ഭക്ഷണത്തിന് പകരമാകുന്നില്ല. മാത്രമല്ല, ഉപ്പൊരിക്കലും ഭക്ഷണത്തെ മറ്റൊന്നായി മാറ്റുന്നുമില്ല. അത് ഭക്ഷണത്തിലുള്ള രുചിയെ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതായത്, ക്രിസ്തു ശിഷ്യൻ താൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നവനാകുന്നു എന്നാണ്. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാമെങ്കിലും അതിന് രുചി പകരുന്നത് ഉപ്പാണ്. വിശ്വാസമില്ലാതെയും മനുഷ്യർക്ക് അതിജീവിക്കാം. പക്ഷേ ജീവിതം പലപ്പോഴും ശൂന്യമോ അപൂർണമോ അർത്ഥശൂന്യമോ ആയിരിക്കും. പണം, വിജയം, സാങ്കേതിക വിദ്യ ഇവയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ജീവിതത്തിന് അർത്ഥം, ദിശാബോധം, പ്രത്യാശ എന്നിവ നൽകാൻ അതിന് കഴിയില്ല. അപ്പോൾ ജോലി വെറുമൊരു ഭാരമായി മാറുന്നു. സഹനങ്ങൾ അർത്ഥശൂന്യമായി തീരുന്നു. ബന്ധങ്ങൾ ദുർബലമാകുന്നു. ഉപ്പ് നൽകുന്നത് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള വഴിയല്ല, മറിച്ച് ജീവിതത്തിന് അർത്ഥമാണ്. ക്രിസ്തീയ വിശ്വാസം വേദനകളെ നീക്കം ചെയ്യുന്നില്ല, പക്ഷേ അത് വേദനയ്ക്ക് ഒരു ഉദ്ദേശം നൽകുന്നു. ത്യാഗത്തിന് ഒരു ദിശ നൽകുന്നു. മരണത്തിനപ്പുറം പ്രത്യാശ നൽകുന്നു. അതാണ് ജീവിതത്തിൻ്റെ രുചി. ഉപ്പ് ലയിച്ച് സ്വയം ഇല്ലാതായി ഭക്ഷണത്തിന് രുചി പകരുന്നത് പോലെ സ്വയം ഇല്ലാതായാണ് നാമും രുചി പകരേണ്ടത്. വളരെ നിശബ്ദമായ പ്രവർത്തനമാണത്. ഒരിക്കലും സ്വയം ശ്രദ്ധ ക്ഷണിക്കുന്ന ഒന്നല്ല. മൂന്നാമതായി, ശുദ്ധീകരിക്കുക. ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ബലിയർപ്പണത്തിനുള്ള നിർദ്ദേശങ്ങളിൽ ഇപ്രകാരം വായിക്കും: ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. കാരണം ഉപ്പ് വിശുദ്ധി, സ്ഥിരത, വിശ്വസ്തത എന്നിവയെ സൂചിപ്പിക്കുന്നു. നാശമുള്ളതൊന്നും ദൈവത്തിന് അർപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഉടമ്പടി നശിക്കുകയോ ഭംഗം വരികയോ ചെയ്യുന്നില്ല എന്ന് ഇത് പ്രഖ്യാപിക്കുകയാണ്. യേശു ശിഷ്യന്മാരെ ഉപ്പെന്ന് വിളിക്കുമ്പോൾ അവൻ അർത്ഥമാക്കുന്നതും നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ഒരു ബലിയായി, കാഴ്ചയായി മാറിയിരിക്കുന്നു എന്നാണ്. ആ ബലി ശുദ്ധമായിരിക്കണം.
കാപട്യമില്ലാത്തതായിരിക്കണം. ദൈവത്തിനർപ്പിക്കുന്ന നമ്മുടെ ജീവിതം ആത്മാർത്ഥവും പൂർണ്ണവും കലർപ്പില്ലാത്തതുമായിരിക്കണം എന്നുമാണ്. രണ്ടാമതായി, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ വെള്ളം മലിനവും ഭൂമി ഫലശൂന്യവുമായിരുന്നിടത്ത് എലീശ പ്രവാചകൻ വെള്ളത്തിലേക്ക് ഉപ്പിട്ടു. വെള്ളം ശുദ്ധവും ജീവദായകവുമായി മാറി. അവിടെ ഉപ്പ് പിന്നീട് കാണപ്പെടുന്നില്ല. എന്നാൽ അതിൻ്റെ ഫലം ശാശ്വതമായി നിലനിൽക്കുന്നു. അത് നൽകുന്ന അർത്ഥം, ശിഷ്യന്മാർ വിശ്വസ്തയോടെയും നേരോടെയും ജീവിക്കുന്നിടത്ത് ബന്ധങ്ങൾ സൗഖ്യപ്പെടുന്നു, സമൂഹങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു, ധാർമ്മിക അന്തരീക്ഷം മെച്ചപ്പെടുന്നു എന്നാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ഒന്നാണ് യേശുവിൻ്റെ ഉറകെട്ടുപോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും എന്ന ചോദ്യവും. സാധാരണഗതിയിൽ ഉപ്പിന് സ്വാദ് നഷ്ടപ്പെടാറില്ല. എന്നാൽ മറ്റ് മാലിന്യങ്ങളുമായി കലരുമ്പോൾ ഉപ്പ് ഉപയോഗശൂന്യമായി തീരുന്നു. ആത്മീയമായി നമുക്കും ഇത് സംഭവിക്കാം. വിശ്വാസം കേവലം പുറംമോടി മാത്രമാകുമ്പോൾ, പ്രാർത്ഥന സ്നേഹത്തിൽ നിന്ന് വേർപെടുമ്പോൾ, ആരാധന നീതിയിൽ നിന്ന് അകന്നുപോകുമ്പോൾ, കാരുണ്യമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ, കരുണയില്ലാത്ത പ്രാർത്ഥന, സുഖസൗകര്യങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുക, സത്യത്തേക്കാൾ സമാധാനവും മനസാക്ഷിയേക്കാൾ സൗകര്യവും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അനീതിയിൽ മൗനം പാലിക്കുമ്പോൾ, ഈ ലോകത്തെ എല്ലാത്തിനോടും താതാത്മ്യം പ്രാപിക്കുമ്പോൾ, നമ്മുടെ മൂല്യങ്ങളും സംസാരവും തിരഞ്ഞെടുപ്പുകളും മറ്റെല്ലാവരെയും പോലെയാണെങ്കിലൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യം ഇല്ലാതാകുന്നു, നമ്മുടെ ഉപ്പ് നഷ്ടപ്പെടുന്നു. ആത്യന്തികമായി നാം ക്രിസ്തു ശിഷ്യരല്ലാതായി മാറുന്നു എന്നാണ്. ഇനി രണ്ടാമതായി, പ്രകാശം. പ്രകാശം കാണപ്പെടാനുള്ളതാണ്, മറച്ചു വയ്ക്കാനുള്ളതല്ല. പ്രകാശത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: പ്രകാശിക്കുക. പ്രകാശം നിലനിൽക്കുന്നത് ഇരുട്ടിനെ നീക്കം ചെയ്യാനാണ്. പ്രകാശിക്കുന്നില്ലെങ്കിൽ അത് അതിൻ്റെ സ്വഭാവത്തോട് തന്നെ നീതി പുലർത്തുന്നില്ല എന്നാണ്. സാക്ഷ്യം വഹിക്കാത്ത ഒരു ശിഷ്യൻ സ്വന്തം വ്യക്തിത്വത്തെ തന്നെ നിഷേധിക്കുകയാണ്. പ്രകാശം ഇരുട്ടിനോട് തർക്കിക്കാറില്ല. അത് വെറുതെ പ്രത്യക്ഷപ്പെടുന്നു. അതോടെ ഇരുട്ട് മാറിപ്പോകുന്നു. ക്രിസ്തീയ സാക്ഷ്യം പ്രവർത്തിക്കുന്നതും ഇതുപോലെയാണ്. ബലപ്രയോഗത്തിലൂടെയല്ല, ആക്രമണത്തിലൂടെയല്ല, മറിച്ച് സാന്നിധ്യം കൊണ്ടും സത്യം കൊണ്ടുമാണ്. ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാറില്ല. യേശുവിൻ്റെ കാലത്ത് യഹൂദ ഭവനങ്ങളിൽ ചെറിയ മൺവിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. വീട് മുഴുവൻ പ്രകാശിക്കാൻ അവ ഒരു വിളക്ക് കാലിന്മേലാണ് വച്ചിരുന്നത്. ഒരു വിളക്ക് കത്തിച്ച് പറ കൊണ്ട് മറച്ചു വയ്ക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്, പാഴാക്കലാണ്, അപകടകരമാണ്. കാരണം തീ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് ദൈവം വിശ്വാസം നൽകുന്നത് അത് ഒളിച്ചു വയ്ക്കാനല്ല, പ്രകാശിക്കാനാണ്. ഉപയോഗിക്കാത്ത കൃപ പാഴാക്കപ്പെട്ട കൃപയാണ്. ഭയം, സൗകര്യം അല്ലെങ്കിൽ തെറ്റായ എളിമ എന്നിവ പലപ്പോഴും ഈ മറയായി നമുക്ക് മുന്നിൽ മാറുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വ്യക്തിപരമാണ്, എന്നാൽ ഒരിക്കലും സ്വകാര്യമല്ല. കാരണം വിശ്വാസം എപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, ബന്ധങ്ങൾ, മൂല്യങ്ങൾ, മുൻഗണനകൾ എന്നിവയെ സ്വാധീനിക്കുന്നു. ക്രിസ്തുമതം എന്നത് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു വിനോദമല്ല. അത് സമൂഹത്തെ രൂപപ്പെടുത്തേണ്ട ഒരു ജീവിത ശൈലിയാണ്. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നു, യേശു പറയുന്ന വെളിച്ചമെന്നത് വാക്കുകളല്ല, മറിച്ച് പ്രവൃത്തിയിലുള്ള സ്നേഹമാണ്. ബഹളമില്ലാതെ നന്മ ചെയ്യുമ്പോൾ, മേന്മ ഭാവിക്കാതെ കരുണ കാണിക്കുമ്പോൾ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ സേവനം ചെയ്യുമ്പോഴൊക്കെയാണ് സ്നേഹം പ്രകാശിക്കുന്നത്. ദൃശ്യമാകുന്ന സ്നേഹമാണ് മനുഷ്യനെ സ്പർശിക്കുന്നത്. അവസാനമായി, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഒന്നാമതായി, ഇവിടെ നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കണ്ടിട്ട് എന്നോ അല്ല, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ കാണണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം വിശ്വസനീയമാകുന്നത് അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൃശ്യമാകുമ്പോഴാണ്. രണ്ടാമതായി, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ പ്രകാശിക്കുന്നതിൻ്റെ ലക്ഷ്യം കയ്യടി നേടാനല്ല, അംഗീകാരത്തിനോ നമ്മൾ വലിയവരാണെന്ന് കാണിക്കാനോ അല്ല, മറിച്ച് ആളുകൾ ദൈവത്തെ കണ്ടുമുട്ടാനും അവിടുത്തെ മഹത്വപ്പെടുത്താനുമാണ്. നമ്മെ നോക്കി ആളുകൾ
നിങ്ങൾ കാരണം ഞാൻ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം നല്ലവനാണെന്ന് ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് വെളിച്ചം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പ്രതികാരം ചെയ്യുന്നതിന് പകരം ക്ഷമിക്കുമ്പോൾ ഈ വെളിച്ചം വെറുപ്പിൻ്റെ ചങ്ങലയെ പൊട്ടിക്കുന്നു. സ്നേഹത്തോടെ സത്യം പറയുമ്പോൾ ഈ വെളിച്ചം തെറ്റിനെ തുറന്നു കാട്ടുന്നു. അഴിമതി എളുപ്പമായിരിക്കുമ്പോഴും സത്യസന്ധത തിരഞ്ഞെടുക്കുമ്പോൾ അത് അന്തസ്സിനെ സംരക്ഷിക്കുന്നു. പാവപ്പെട്ടവരോടും വിസ്മരിക്കപ്പെട്ടവരോടും ഒപ്പം നിൽക്കുമ്പോൾ ഇരുട്ട് ഏറ്റവും കൂടുതലുള്ളിടത്താണ് ഈ വെളിച്ചം ചെല്ലുന്നത് എന്നും തിരിച്ചറിയാം. അതോടൊപ്പം തന്നെ തിരസ്കരണം, പരിഹാസം, നേട്ടങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവ വിളക്കണയ്ക്കുന്നതും ആണെന്നോർക്കാം. ഒരാത്മപരിശോധനയിലൂടെ ഞാൻ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാണോ എന്ന് ആത്മാർത്ഥമായി വിലയിരുത്താം. അല്ലെങ്കിൽ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.